Hello and welcome. This is Robin and you're watching Learn English with Robin. നമ്മളിത് പോകുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറിൻ്റെ 128 ഭാഗത്തിലേക്കാണ്. ഇന്ന് 100 ട്രാൻസ്ലേഷൻസ് ചാലഞ്ച് നമ്പർ 6 ആണ്. 100 ട്രാൻസ്ലേഷൻസ് ചാലഞ്ച് നമ്പർ 1 to 5 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പോർഷൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ചാനലിൽ ഒരു കംപ്ലീറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 10 പ്ലേലിസ്റ്റോളം ഉണ്ട്. 350 വീഡിയോസിന് മുകളിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കംപ്ലീറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഇവിടുന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. പരമാവധി എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. സോ ഐ വിൽ ബി 100% കമ്മിറ്റഡ് ഇൻ ക്ലിയറിംഗ് യുവർ ഡൗട്ട്സ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും അതേ കമ്മിറ്റ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് യൂട്യൂബ് ചാനലായിട്ട് മാത്രമല്ല, ഒരു റിയൽ ക്ലാസ് റൂമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളെ എൻ്റെ റിയൽ സ്റ്റുഡൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഐ വിൽ ബി കമ്മിറ്റഡ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ആക്റ്റീവായിട്ട് പഠിക്കാനുള്ള എഫേർട്ട് എടുക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ ഇവിടെ മൗസ് വെച്ച് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് എൻ്റെ ഒപ്പം വായിക്കാം. നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തെറ്റിയാലും പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു ആൻസർ നിങ്ങൾ ഇപ്പോൾ കണ്ടെത്തുക, അല്ലെ എഴുതി വെക്കുക. ഒന്ന് വീഡിയോ വേണേൽ പോസ് ചെയ്തിട്ട് വേണേൽ കണ്ടെത്താം, അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിൽ കണ്ടെത്തുക. ഓക്കെ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഇനി നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ പറയുന്നതിന് മുമ്പ്, ഇതൊരു ഗ്രാമറായിട്ട് പഠിച്ചൊരു കാര്യമില്ലല്ലോ, ഇത് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഇത് ആരോടാണ് ചോദിക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണ്, ആരോടാണ് ചോദിക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണെന്ന് മനസ്സിലാക്കാൻ അതിന് ശേഷം നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും. സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ. ഈ ഒരു ട്രാൻസ്ലേഷൻ, അതായത് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്ന സിറ്റുവേഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിൽ അത് ഉപയോഗിച്ചതെന്നുള്ളത്. സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ. സോ ഐ വിൽ ബി ഹൈലൈറ്റിംഗ് വിത്ത് ദ മൗസ്. പ്ലീസ് റീഡ് അലോങ് വിത്ത് മീ. ഞാൻ മൗസ് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ എൻ്റെ ഒപ്പം വായിക്കുക. ജോൺ ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ വെബ് ഡിസൈനിങ്. ജോൺ ഒരു വെബ് ഡിസൈനിങ് ചെയ്യാൻ വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കാൻ ഒരു എക്സ്പേർട്ടാണ്. ഹിസ് ഫ്രണ്ട് സാം ആസ്ക് ഹിം ഫോർ ഹെൽപ്പ് ഇൻ ക്രിയേറ്റിംഗ് എ വെബ്സൈറ്റ് ടു സെൽ ഹിസ് ബുക്സ് ഓൺലൈൻ. സെൽ ഹിസ് ബുക്സ് ഓൺലൈൻ. അവൻ്റെ ഫ്രണ്ട് സാം അവനോട് ഒരു ഹെൽപ്പ് ചോദിച്ചു. അവനൊരു ബുക്സ് ഒക്കെ, അതായത് PDF ഫോർമാറ്റ് ബുക്സും ബുക്സൊക്കെ ഓൺലൈനിൽ വിൽക്കാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. സോ ഹിസ് ഫ്രണ്ട് സാം ആസ്ക് ഹിം ഫോർ ഹെൽപ്പ്. അതിനുവേണ്ടി സഹായം ചോദിച്ചു. ജോൺ എഗ്രീഡ് ടു ഹെൽപ്പ് ഹിം എന്ന് പറഞ്ഞാൽ എന്താ? ജോൺ അവനെ സഹായിക്കാമെന്ന് സമ്മതിച്ചു. എഗ്രി, സമ്മതിക്കുക. പാസ്റ്റ് ടെൻസ് ആണ് എഗ്രീഡ്. ഗോട്ട് ഇറ്റ്? ഹി ആസ്ക്ഡ് ജോൺ അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ബുക്സ് ആൻഡ് ഓൾസോ സജസ്റ്റഡ് ഹിം പോസിബിൾ നെയിംസ് ഫോർ ഹിസ് വെബ്സൈറ്റ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഹി ആസ്ക്ഡ് ജോൺ എന്നല്ല, ഹി ആസ്ക്ഡ് സാം എന്നാണ്. ഓക്കെ, സാമിനാണല്ലോ വെബ്സൈറ്റ് വേണ്ടത്. സോ ജോൺ അഗ്രീഡ് ടു ഹെൽപ്പ് സാം. സാമിനെ ഹെൽപ്പ് ചെയ്യാൻ ജോൺ അഗ്രീഡ് ടു ഹെൽപ്പ് ഹിം. സാമിനെ സഹായിക്കാൻ സമ്മതിച്ചു. ഹി ആസ്ക്ഡ് സാം. സാമിനോട് ജോൺ ചോദിച്ചു അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ബുക്സ് ആൻഡ് ഓൾസോ സജസ്റ്റഡ് ഹിം പോസിബിൾ നെയിംസ് ഫോർ ഹിസ് വെബ്സൈറ്റ്. ബുക്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചതിന് ശേഷം ആ വെബ്സൈറ്റിന് പറ്റിയ കുറച്ച് പേരുകൾ സജസ്റ്റ് ചെയ്തു. ജോൺ ഓൾസോ എക്സ്പ്ലെയിൻ ടു സാം ദ നീഡ് ഓഫ് ഹാവിങ് എ സെക്യൂർ പേയ്മെൻറ്റ് ഗേറ്റ്വേ സോ ദാറ്റ് ഹി കുഡ് റിസീവ് ദ മണി ഫ്രം ഹിസ് കസ്റ്റമേഴ്സ് വിത്തൗട്ട് എനി ടെക്നിക്കൽ ഇഷ്യൂസ്. അതായത് ജോൺ ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. വെബ്സൈറ്റ് ഉണ്ടായാൽ പോരാ, ഒരു സെക്യൂർ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേ വേണം. നമുക്ക് ബുക്സ് ഒക്കെ ഓൺലൈൻ എന്ത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും സെല് ചെയ്യുമ്പോഴും ആൾക്കാർക്ക് പേയ്മെൻറ്റ് ചെയ്യണ്ടേ? പേയ്മെൻറ്റ് ചെയ്താൽ സെക്യൂറായിട്ട് നമുക്ക് അക്കൗണ്ടിൽ കയറാനും പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ പേയ്മെൻറ്റ് കിട്ടാനുള്ള കാര്യം കൂടി ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, സാം അണ്ടർസ്റ്റുഡ് മോസ്റ്റ് ഓഫ് വാട്ട് ജോൺ എക്സ്പ്ലെയിൻ ടു ഹിം. അതായത് സാമിന് ജോൺ എക്സ്പ്ലെയിൻ ചെയ്ത മിക്ക കാര്യങ്ങളും, എല്ലാം എന്നല്ല, മോസ്റ്റ് ഓഫ്, കണ്ടോ, ഹി അണ്ടർസ്റ്റുഡ് മോസ്റ്റ് ഓഫ് വാട്ട് ജോൺ എക്സ്പ്ലെയിൻ ടു ഹിം. ഒട്ടുമിക്ക കാര്യങ്ങൾ മനസ്സിലായി. ബട്ട് ഹി വാസന്റ് ഏബിൾ ടു ഗ്രാസ്പ് സം ടെക്നിക്കൽ വേർഡ്സ്. അവന് ചില കാര്യങ്ങൾ മനസ്സിൽ ആയില്ല, അതായത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയില്ല. ചില ടെക്നിക്കലായിട്ടുള്ള വേർഡ്സ് മനസ്സിലായില്ല. ഇത് സാമിൻ്റെ മുഖം കണ്ടപ്പോൾ ജോണിന് മനസ്സിലായി, ഞാൻ പറഞ്ഞ മുഴുവൻ ഇവന് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായി അല്ലേ? ജോൺ അണ്ടർസ്റ്റുഡ് ദാറ്റ് സാം ഹാഡ് നോട്ട് ഫോളോഡ് ഹിസ് എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ്ലി. ജോൺ അണ്ടർസ്റ്റുഡ് ദാറ്റ് സാം ഹാഡ് നോട്ട് ഫോളോഡ് ഹിസ് എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ്ലി. ജോൺ മനസ്സിലായി സാം അവൻ്റെ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ലെന്ന്. സോ ഹി ആസ്ക്ഡ് ഹിം. അവനോട് ചോദിച്ചു. അപ്പോഴാണ് ജോൺ ചോദിക്കുന്നത്. ജോൺ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ സാമിന് മുഴുവൻ മനസ്സിലായിട്ടുണ്ടോ എന്നൊരു സംശയം ജോണിനുണ്ടായി. അതിനുശേഷമാണ് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അപ്പോൾ ജോൺ ഇത് ചോദിക്കുന്ന സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നിങ്ങളൊരു ആൻസർ മനസ്സിൽ കണ്ടെത്തുക. നമുക്കിനി എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. കണ്ടെത്തിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നിങ്ങൾ കണ്ടെത്തിയ ആൻസർ നിങ്ങൾ കമൻസിൽ നോട്ട് ഡൗൺ ചെയ്യുക, മനസ്സിൽ മെൻഷൻ ചെയ്യുക. അത് തെറ്റായാലും പ്രോബ്ലം ഇല്ല, കറക്ഷൻ ചെയ്യുന്നതാണ്. ലെറ്റ്സ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ടോൾഡ് യു? Did you understand what I told you?
അല്ലെങ്കിൽ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് മീ അങ്ങനെയും പറയാം. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ടോൾഡ് യു ഓർ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് മീ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇവിടെ ഡിഡ് യു വന്നത് എന്ന് നമുക്ക് പഠിക്കണ്ടേ? അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ അടുത്ത് തരാം. ലെറ്റ്സ് ലേൺ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഡിഡ് യു പ്ലസ് V1 ഫോം ഓഫ് വേർബ് വെച്ചൊരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്, അതായത് ഡിഡ് യുൻ്റെ കൂടെ ഒരു ബേസ് ഫോം ഓഫ് വേർബ് ഉണ്ടല്ലോ, അത് വെച്ച് ചോദ്യം തുടങ്ങുന്നത് എന്തിനാ? നിങ്ങളൊരു കാര്യം നേരത്തെ ചെയ്തോ, ഇപ്പോഴത്തെ സമയം എന്താണോ അതിന് മുൻപ്, ഇപ്പോഴത്തെ സമയം എന്താണോ അതിന് മുൻപ് നിങ്ങളൊരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു വെച്ച് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, ഡിഡ് യു വെച്ച് തുടങ്ങുന്നത് എന്തിനാ? ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴത്തെ സമയത്തിന് മുൻപ് ചെയ്തോ എന്ന് ചോദിക്കാനാണ്. ചെക്ക് സം എക്സാമ്പിൾസ് ഹിയർ. ഡിഡ് യു കോൾ ഹിം യെസ്റ്റർഡേ? ഡിഡ് യു കോൾ ഹിം യെസ്റ്റർഡേ? നീ ഇന്നലെ അവനെ വിളിച്ചോ? ഡിഡ് യു കോൾ ഹിം യെസ്റ്റർഡേ? നീ ഇന്നലെ അവനെ വിളിച്ചോ? ശ്രദ്ധിക്കുക, ഇവിടെ ഡിഡ് യുവിൻ്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിച്ചേക്കുന്നത്? കോൾ. അതൊരു V1 ഫോം ഓഫ് വേർബ് അല്ലേ? ഡിഡ് യു ഈറ്റ് എനിത്തിങ് ഇൻ ദ മോർണിംഗ്? നീ രാവിലെ വല്ലതും കഴിച്ചോ? ഡിഡ് യു ഈറ്റ്? കഴിച്ചോ? ശ്രദ്ധിക്കുക, ഡിഡ് യുവിൻ്റെ കൂടെ എന്താ പറയേണ്ടത്? V1 ഫോം ആണ്. പാസ്റ്റ് ടെൻസ് കൊണ്ട് ഇടരുത്. ഡിഡ് യു ഈറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഡിഡ് യു ഈറ്റ് ആണ്. ഡിഡ് യു ഈറ്റ് എനിത്തിങ് ഇൻ ദ മോർണിംഗ്? ഡിഡ് യു ഈറ്റ് എനിത്തിങ് ഇൻ ദ മോർണിംഗ്? നീ രാവിലെ വല്ലതും കഴിച്ചോ? ഓക്കെ. ഡിഡ് യു ഇൻഫോം ഹെർ അബൌട്ട് ദാറ്റ്? നീ അതിനെപ്പറ്റി അവളെ അറിയിച്ചോ? നീ അതിനെപ്പറ്റി അവളെ അറിയിച്ചോ? ഡിഡ് യു ഇൻഫോം ഹെർ? ഡിഡ് യു പ്ലസ് V1 ഫോം. അപ്പോൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ ഇപ്പോഴത്തെ സമയത്തിന് മുൻപ് ചെയ്തോ എന്ന് ചോദിക്കാൻ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം? ഡിഡ് യു പ്ലസ് V1 ഫോം ഓഫ് വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഞാൻ ആൻസർ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നൊരു ട്രെയിനിങ് സെഷൻ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിലുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറൊക്കെ ബേസ് തൊട്ടാണ് പഠിക്കേണ്ടത്. ഒട്ടും അറിയാത്തവരാണെങ്കിൽ ബേസിക് തൊട്ട് ഓർഡറായിട്ട് കണ്ട് പഠിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നല്ല റിസൾട്ട്സ് മീൻസ് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ച്. കാരണം യൂട്യൂബിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ എഫേർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് അഗെയിൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ആ ഒരു ഡൗട്ട്സ് പലരും ചോദിക്കാറില്ല. ഡൗട്ട്സ് ചോദിച്ച് പഠിക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു കോഴ്സ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് തന്നെ ഇവിടെ ഗ്രാമർ മാത്രമല്ല എല്ലാ കാര്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഐ വിൽ ബി 100% കമ്മിറ്റഡ് ഇൻ റിപ്ലൈങ് ടു യുവർ കമൻറ്റ്സ്. നിങ്ങളുടെ ഭാഗത്തുനിന്നും അതേ കമ്മിറ്റ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. പരമാവധി എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ഐ വിൽ റിപ്ലൈ ടു ദ കമൻറ്റ്സ് അറ്റ് ദ ഏർലിയസ്റ്റ്. എന്നെ കൊണ്ട് സാധിക്കാവുന്ന അത്രയും നേരത്തെ തന്നെ റിപ്ലൈ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ട്രെയിനിങ് സെഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ആവശ്യം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ അവസാന ഭാഗത്ത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ക്ലാസ് വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഈ ഇന്നത്തെ വീഡിയോയുടെ അവസാന ഭാഗത്ത് വീഡിയോ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് എത്താവുന്നതാണ്. ഓക്കെ, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്ന ശീലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. റീഡിങ്ങും ലിസണിങ്ങും എല്ലാം ഹെൽപ്പ് ചെയ്യും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ. എൻ്റെ ലൈഫിലെ അനുഭവമാണ് പറയുന്നത്. ദാറ്റ് ഇസ് വൈ ഐ ആം സജസ്റ്റിംഗ് സം ബുക്സ് ഫോർ യു. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമായ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ബുക്സ് ആണ്. അവിടെ ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ എൻ്റെ ഒരു സ്റ്റോർ ഉണ്ട്. ഇവിടെ യൂട്യൂബിൽ നിന്ന് തന്നെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. സജസ്റ്റഡ് ആയിട്ടുള്ള ബുക്സ് കുറച്ചുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ബുക്സ്, ഗ്രാമർ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. IELTS സ്വയം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് IELTS ബുക്സ് ഉണ്ട്. ഹാരി പോട്ടർ ബുക്സ് വളരെ പോപ്പുലറാണ്, വളരെ ഫേമസ് ആണ്. നിങ്ങൾ അത് ഒരു മസ്റ്റ് റീഡ് ആണ്. കഥ ഒക്കെ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ, നോവൽസ് ഒക്കെ ഇഷ്ടമാണ്, വായിച്ചു നോക്കുക. ക്ലാസിക് സ്റ്റോറീസ് ഇൻ ഇംഗ്ലീഷ് നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ചെറുപ്പം തൊട്ട് വായനാശീലം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് സ്റ്റോറീസ് ഒക്കെ ഞങ്ങൾക്ക് ലൈബ്രറി പീരീഡ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വായിച്ചു തുടങ്ങിയതാണ്. ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ്. ചെറിയ ചെറിയ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. വളരെ രസകരമാണ്. കഥകളൊക്കെ എൻജോയ് ചെയ്ത് വായിക്കാൻ പറ്റും. ലാംഗ്വേജ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ മേക്ക് ഷുവർ യു ടേക്ക് ആൻ എഫേർട്ട് ടു ഇമ്പ്രൂവ് യുവർ റീഡിംഗ് സ്കിൽസ്. ഓക്കെ, റീഡിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ്ങിൻ്റെ ആ സ്പീഡ് ഉണ്ടോ, അത് കണ്ടിന്യൂസ് റീഡിംഗ്, സ്പീഡ് റീഡിംഗ് ഒക്കെ പഠിക്കാൻ സാധിക്കും. ആൻഡ് അഗെയിൻ യു ക്യാൻ ലേൺ വൊക്കാബുലറി, ഗ്രാമർ ആൻഡ് യൂസേജസ്. നമ്മൾ സാധാരണ വായിക്കുന്ന ഇംഗ്ലീഷിനും അപ്പുറം ഒരു ഇംഗ്ലീഷ് ഉണ്ട്. ബെറ്റർ ഇംഗ്ലീഷ് ഉണ്ട്, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്. യു ക്യാൻ ഫൈൻഡ് ദിസ് ഇൻ ബുക്സ്. ഇവരൊക്കെ ഓതേഴ്സ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ഓതേഴ്സ് ആണ്. ദ ലാംഗ്വേജ് ദേ യൂസ് നിങ്ങൾ വായിച്ചു നോക്കുക. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. യു വിൽ ലവ് റീഡിങ് വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. മേക്ക് ഷുവർ യു സ്റ്റാർട്ട് റീഡിങ്. നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ വാച്ചിങ് ലിസണിങ് ഒക്കെ നല്ലതാണ്. എങ്കിലും പ്ലീസ് കീപ് സം ടൈം ഫോർ റീഡിങ്. നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ഏത് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിനേക്കാളും ഇമ്പ്രൂവ്മെന്റ് ഇതുകൊണ്ട് ലൈഫ് ടൈം കീപ്പ് ചെയ്യേണ്ട ഹാബിറ്റാണ് റീഡിങ് ആൻഡ് ലിസണിങ്. സോ ഐ സജസ്റ്റ് റീഡിങ് ദീസ് ബുക്സ്. സെൽഫ് ഹെൽപ്പ് ബുക്സ് കൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സെൽഫ് ഹെൽപ്പ് ബുക്സ് ഹെൽപ്ഫുൾ ആണ്. ഇതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ ഈ ചാനലിൽ സ്റ്റോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂ സ്റ്റോർ എന്ന് കാണാം. അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ വ്യൂ സ്റ്റോർ അല്ലെങ്കിൽ സ്റ്റോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ എൻ്റെ എൻ്റയർ കളക്ഷൻ ഓഫ് ബുക്സ് നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഈ ചാനലിൻ്റെ ഹോം പേജിൽ പ്ലേലിസ്റ്റിന് അടുത്തായിട്ടും സ്റ്റോർ കൊടുത്തിട്ടുണ്ട്.
ഡിസ്ക്ലെയിമർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്സ് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ കളക്ഷനായിട്ട് വെച്ചേക്കുന്നുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്ലെയിമർ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കുകയും ചെയ്യാം. ഓക്കെ, നൗ എനിക്കൊരു കാര്യം വേറെ പറയാൻ, ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് ഞാൻ സജസ്റ്റ് ചെയ്താണ് പറഞ്ഞത്. ഇത് കൂടാതെ ഞാൻ ഓതറായിട്ടുള്ള ബുക്കുണ്ട്, ഞാൻ സ്വയം പ്രിപ്പയർ ചെയ്ത കോഴ്സസും ഉണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പ്രിപ്പയർ ചെയ്താണ്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇ ബുക്സ് ഒക്കെ 200 ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. PDF ഇ ബുക്കാണ്, പ്രിന്റബിൾ ആണ്, കംപ്ലീറ്റ് കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് മലയാളം ട്രാൻസ്ലേഷൻ അടക്കമുണ്ട്. 200 റുപ്പീസിന് പർച്ചേസ് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഡിജിറ്റൽ കോഴ്സ് ഉണ്ട്, വളരെ ലോ ബഡ്ജറ്റിലുള്ള കോഴ്സ് തന്നെയാണ്. അത് നിങ്ങൾക്ക് മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ്കിൽസും കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറൊക്കെ പഠിക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ ഫ്രീ ഇ ബുക്ക് ഫ്രീ ഉണ്ട്. 200 റുപ്പീസിൻ്റെ ഇ ബുക്ക് അതിൻ്റെ കൂടെ ഫ്രീ ഉണ്ടാവും. പേഴ്സണൽ ട്രെയിനറിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ വാട്സാപ്പ് ബേസ്ഡ് വോയിസ് ചാറ്റ് സപ്പോർട്ടുള്ള പ്രോഗ്രാംസ് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ സപ്പോർട്ട് തന്നെ നേരിട്ട് കിട്ടുകയും ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കോഴ്സസ് ഉണ്ട്. ഈ ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ല വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ കുറേ ചാനൽ പ്ലേലിസ്റ്റ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. പലർക്കും ഈ ചാനൽ ഇത്രയും പ്ലേലിസ്റ്റുകൾ ഉണ്ടെന്നും പലരും ജസ്റ്റ് 1-2 വീഡിയോ കണ്ടു പോകുന്നുണ്ട്. ഡൗട്ട്സ് ചോദിക്കുന്നത് അധികം കാണുന്നില്ല, വളരെ കുറച്ച് പേരാണ് ഡൗട്ട്സ് ചോദിക്കുന്നതും. ഓക്കെ, സോ ഈ പ്ലേലിസ്റ്റുകൾ നിങ്ങളെല്ലാം വായിച്ചു നോക്കുക. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ, ദാറ്റ് ഈസ് ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം. ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ അടക്കമുണ്ട്. കോൺവെർസേഷൻ പ്രാക്ടീസ്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ നിങ്ങളുടെ സംഭാഷണങ്ങൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്, എല്ലാത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൺവെർസേഷൻസ് ഇൻ മലയാളം വിത്ത് മലയാളം എക്സ്പ്ലനേഷൻ. ആൻഡ് അഗെയിൻ ലേൺ ഇംഗ്ലീഷ് വേർഡ്സ്, ലേൺ ഇംഗ്ലീഷ് വേർഡ്സ് ഇൻ മലയാളം. ഇൻ മലയാളം എക്സ്പ്ലനേഷനോടെയാണ് എല്ലാം കൊടുത്തേക്കുന്നത്. വേർഡ്സ് ആൻഡ് സെൻറ്റൻസ് യൂസേജസ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഫോർ ഡെയിലി യൂസ്, എല്ലാ ദിവസവും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ്. ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ്, ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഫോർ ഡെയിലി യൂസ് ഇൻ മലയാളം വിത്ത് മലയാളം എക്സ്പ്ലനേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേറ്റീവ് ഐറ്റംസ് ഉണ്ട്. അതുകൂടാതെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ട്. ഇവിടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അഡ്വാൻസ്ഡ് വേർഡ്സ് പഠിക്കേണ്ടവർക്ക് അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലേൺ ഇംഗ്ലീഷ് സ്പെല്ലിങ്സ്, ഇംഗ്ലീഷ് സ്പെല്ലിങ്സ് വലിയ സ്പെല്ലിങ്സ് ഒക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാനുള്ള ടെക്നിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടിപ്സ് ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെയുള്ള രസകരമായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ്, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് അടിസ്ഥാനം തൊട്ടൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാനൊക്കെ ആണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്സ് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും എൻ്റെ ഈ ട്രെയിനിങ് സെഷൻസ്, ഞാൻ ഈ ഓഫർ ചെയ്യുന്ന ട്രെയിനിങ് സെഷൻസ് യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ്. മറ്റുള്ള ഫ്രണ്ട്സുമായിട്ടും നിങ്ങൾ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ നിങ്ങൾ മറ്റുള്ളവരായിട്ടും ഈ ട്രെയിനിങ് സെഷൻ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻസ് ചോദിക്കാം, അതിന് റിപ്ലൈ ചെയ്യാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നതാണ്. സോ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലായിട്ട് കാണാതെ യു ക്യാൻ സീ മീ ആസ് യുവർ പേഴ്സണൽ ട്രെയിനർ ഹു ഈസ് അവൈലബിൾ ഓൺ യൂട്യൂബ് ടു റിപ്ലൈ ടു യുവർ കമൻസ്, യുവർ ഡൗട്ട്സ് എക്സെട്ര. യൂട്യൂബിൽ കമൻസിലുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എന്നെ ഡിപ്പെൻഡ് ചെയ്യാം. സോ യു ക്യാൻ ആസ്ക് യുവർ ഡൗട്ട്സ് ഇഫ് യു ഹാവ് എനി. So that's all for today. I'll be back with the next training session soon. Bye.